നമ്മൾ വെറുതെ ഒന്ന് ഉച്ചക്ക് സുഡിയോയിലൊക്കെ ചുറ്റിക്കറങ്ങാൻ വെച്ച് ഞാനും ഫറയും കൂടി സുഡിയോയിലോട്ടേക്ക് പോയി. അപ്പം അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. ഉണ്ടായിരുന്നു. കയറിയ പാടം ഈ ഒരു ടോപ്പായിരുന്നു കണ്ടത്. രസമുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. സൈസ് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഈ ഒരു ടോപ്പും ഇഷ്ടമായി എനിക്ക്. പക്ഷേ ഇതിന് ഇടാൻ പറ്റിയ ഒരു സ്കേർട്ടൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അതുകൊണ്ട് ട്രൈ ചെയ്തില്ല. ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അതങ്ങ് കയ്യിലെടുത്ത് വെച്ചു. 899 ആയിരുന്നു ഈ ഒരു ഡ്രസ് കൈൻഡ് ഓഫ് ഇതിന്. അപ്പോൾ അതെടുത്ത് വെച്ചു. പിന്നെ കുറച്ച് ബാഗീസ് ഒക്കെ നോക്കി. കളേഴ്സൊന്നും എനിക്ക് അത്ര ഇഷ്ടമാകാത്തതുകൊണ്ട് ഞാനത് അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ ഇതുപോലത്തെ പാൻറ്റിനൊക്കെ 999 ഉണ്ടായിട്ടുള്ളൂ. അത് എല്ലാ കളേഴ്സും ഉണ്ട്. ലാവൻഡർ ഉണ്ട്, വൈറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ കയറിപ്പോയ സമയം അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഡ്രസ്സൊക്കെ തൂക്കിപ്പിടിച്ച് ഒന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ടേക്ക് പോയി. അപ്പോൾ അവിടെയും ഒത്തിരി കുർത്താസും ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 299 ഒക്കെ നല്ല പ്രിൻറ്റിലും നല്ല കളറിലും ഉള്ള ഒരുപാട് കുർത്തീസ് വെച്ചിട്ടുണ്ട്. ഇത് 399 കുർത്ത സെഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നോക്കി അമ്മക്കൊക്കെ വേണ്ടിയിട്ട് നല്ല കളേഴ്സിലുള്ള കുർത്ത ഉണ്ടോയെന്ന്. അപ്പോൾ കളേഴ്സ് ഉണ്ടായിരുന്നു. ലൈറ്റ് വെയിറ്റുള്ള ഒരു മെറ്റീരിയലും ആയിരുന്നു. പിന്നെ ഇതുപോലത്തെ 799 ഒക്കെ പ്രിന്റഡ് ആയിട്ടുള്ള ഡ്രസ്സസ്. അത് കുറച്ച് കളക്ഷൻ ഒന്നുമല്ല, നല്ല കളക്ഷൻ ഉണ്ട്. ഇത് ഈ കയ്യിൽ പിടിച്ചതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ എടുത്തതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നേ ഇഷ്ടമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ റീലൊക്കെ ഇടാൻ വേണ്ടി വെറുതെ അങ്ങ് എടുത്ത് പിടിച്ചതാണ്. പിന്നെ ഇതുപോലത്തെ ചോട്ട പാക്കറ്റ്സിലുള്ള നെയിൽ പോളിഷസ് ഉണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് ബീച്ചസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സസ് ഉണ്ടായിരുന്നു. ഈ ലേഡീസിൻ്റെ സെഷനിൽ തന്നെ നല്ല റഷായിരുന്നു അത്യാവശ്യം. കാരണം വെക്കേഷനാണ്, റംസാൻ വരുന്നുണ്ട്, നമ്മുടെ വിഷു വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ടുള്ള അടിപൊളി പർച്ചേസിന് ഫാമിലി കംപ്ലീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു. ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഞാൻ മുന്നേ എടുത്ത് വെച്ചതാണ്. ഞാൻ പക്ഷേ എടുത്തില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു, അന്ന് ഞാൻ എടുത്തില്ല. പിന്നെ ഈ ചപ്പൽസ് ഒക്കെ ഇതിൻ്റെ മേലത്തെ ഫ്ലോറിലും വെച്ചിട്ടുണ്ടായിരുന്നു. താഴെ മാത്രമല്ല, ഇത് സെക്കൻഡ് ഫ്ലോറിൽ വെച്ച ചപ്പൽസ് ആണ്. ഇതൊക്കെ കുറച്ച് സ്പെഷ്യലി ഇതായിട്ടുള്ള ചപ്പൽസ് ആണ്. പിന്നെ ഞാൻ മെല്ലനെ അവിടെ നിന്ന് ജെൻസിൻ്റെ മേലോട്ടേക്ക് നമ്മൾ ജസ്റ്റ് പോയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെയും ഒത്തിരി നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ റംസാനും വിഷുവിനൊക്കെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓടി പോയിട്ട് സ്റ്റുഡിയോന്ന് എടുത്തോളൂ. നല്ല പ്രിൻറ്റേഴ്സിലും നല്ല ഡിസൈൻസിലും ഉള്ള ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല സ്ലീവ്ലെസ്സിൽ വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. സ്വതവേ ജെൻസിന് ഇങ്ങനത്തെ വെറൈറ്റീസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. ഇതൊക്കെ കണ്ടോ നിങ്ങൾ, ഒരു ത്രെഡാണ് അതിൻ്റെ മേലെ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 കളർ ഡിഫറൻസിലാണ് അത് വന്നിട്ടുള്ളത് അവിടെ. പിന്നെ അതുകൂടാതെ അവരുടെ ഷൂസും ചപ്പൽസിലും ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇത് ട്രൗസേഴ്സ് ആണ്, അതും നല്ല രസമുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടോ, പ്രിന്റഡ് ഹക്കോബ പ്രിന്റുള്ള ഷർട്ടാണ്, ശരിയായ ഹക്കോബ മെറ്റീരിയലിൽ വരുന്നത്. പിന്നെ ഇതൊരു കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ് അടിക്കുന്നതുകൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്തത്. പിന്നെ ഡെനിമിൻ്റെ ഇതുപോലത്തെ ഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആ ഒരു ഗ്രീൻ കളർ ഷർട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി. പിന്നെ മിററിൽ ആസ് യൂഷ്വൽ കുറച്ച് കളിയൊക്കെ അവിടെ നിന്ന് കളിച്ചു പറയിപ്പിച്ചു. പിന്നെ ഇതുപോലെ കുറച്ച് എന്താ പറയുക സ്ക്രഞ്ചീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പറ്റിയ ബാൻഡ്സും അവരുടെ ഇതിനെ പറ്റിയ എന്താ പറയുക ഹാങ്ങിങ് ആയിട്ട് ഇതൊക്കെ വരുന്ന സ്ക്രഞ്ചീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി. ഇതുപോലത്തെ ഡ്രസ്സസൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ ചപ്പൽസ് കണ്ടോ, കുറേ വെറൈറ്റി ഓഫ് ചപ്പൽസ് ഉണ്ട്. ഞാൻ അതിലൊരു ജീൻ്റെ കളറുള്ള ഒരു ചപ്പൽ ഇട്ട് നോക്കി, രസമുണ്ടായിരുന്നു. ഇട്ടിട്ട് കാലിന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു വെറൈറ്റി ആയതുകൊണ്ട് ജീനിൻ്റെയൊക്കെ ഡെനിമിൻ്റെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടതാണ്. പിന്നെ ഇതുപോലത്തെ ഷൂസസ്, പിന്നെ ഇന്നേഴ്സൊക്കെ ഒത്തിരി വെറൈറ്റീസിലുണ്ട്. നമുക്ക് ലെഗിങ്ങിൻ്റെ കൂടെയൊക്കെ പറ്റിയത്. പിന്നെ ലെഗിങ്സ് ഉണ്ട്, പിന്നെ നൈറ്റീസ് ഉണ്ട്. ഈ ഒരു ചപ്പൽ ഞാൻ മുന്നേ കണ്ടുവരുന്ന ചപ്പലാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ചപ്പൽ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഫറയായിരുന്നു വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായത്. അപ്പോൾ ഫറ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് അവിടെ നിന്ന് കാലിലൊക്കെ ഇട്ട് ഇങ്ങനെ കളി കളിച്ചു. പിന്നെയും കുറേ ചപ്പൽ കളക്ഷൻസ് ഉണ്ട്. ഇത് ഇവിടുത്തെ കഥ കണ്ടോ നിങ്ങൾ, ഒരു ബില്ലിങ്ങിലെ തിരക്കാണ്. അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ ബില്ല് ചെയ്യണമെന്ന് വിചാരിച്ചത് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഫറക്ക് പിന്നെ പള്ളി പോകേണ്ട ഒരു ഇതുള്ളതുകൊണ്ടും ഞാനത് ക്യാൻസൽ ചെയ്തു, എടുത്തില്ല. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ ഈ ഒരു മേക്ക് ഓവർ സെഷനിൽ ലിപ്സ്റ്റിക്സ് ഉണ്ടായിരുന്നു, നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി, പുതിയത് എന്തെങ്കിലും വന്നിനോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഇതാ ഈ ഒരു സെഷനിൽ കുറച്ച് നൈറ്റീസ് ഒക്കെ നോക്കി. ഇവിടെ സെറ്റ്സ് ഉണ്ടായിരുന്നു, നൈറ്റി സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി. നല്ല ബേബി പിങ്ക് ഷെയ്ഡ്സിലൊക്കെ ഉള്ള നൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയേ ഉള്ളൂ. കളക്ഷൻസ് ഒക്കെ ഉണ്ട്. വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ഡ്രസ്സൊക്കെ മേടിച്ചോളൂ. അപ്പം എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.